പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവരെയും ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തോടെ നമുക്ക് ഇന്നത്തെ വചനം നമുക്ക് ആരംഭിക്കാം. സ്തോത്രഗീതം ഇപ്രകാരമാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇനി സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ശക്തനായവൻ, സർവശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെപ്പറ്റി സംസാരിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രേരിപ്പിക്കുന്നത്. സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ ഭാഗങ്ങൾ വളരെ കുറച്ചുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ പങ്കെടുക്കുന്നതും അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രകാരം അവിടെ അത്ഭുതം സംഭവിക്കുന്നതുമായ ഒരു കാര്യം തന്നെയാണ്. സ്നേഹമുള്ളവരെ, ആ വചനഭാഗം ഇപ്രകാരമാണ്: 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. 3-ാം ദിവസം എന്ന് പറയുന്നത് അവിടെ യഹൂദന്മാരുടെ കല്യാണമൊക്കെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ്. എന്നാൽ ഇവിടെ 3-ാം ദിവസം എന്ന് പറയുന്നത് ആ 3-ാം ദിവസമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതൊരു പ്രത്യാശയുടെ രാവായിട്ടാണ് ക്രിസ്തു മതപണ്ഡിതന്മാരെല്ലാം പറയുന്നത്. കാരണം ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തത് 3-ാം ദിവസമാണ്. ഈശോയെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് 3-ാം ദിവസമാണ്. അതുപോലെ തന്നെ യോനയുടെ 3 ദിവസം യോനയെ അയച്ചിട്ട് യോന വേറെ വഴിക്ക് പോയിട്ട് താർഷീഷിലേക്ക് പോയി, നിനവയിലേക്ക് പോകേണ്ടതിന് പകരം. എന്നിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. തിമിംഗലത്തിൻ്റെ ഉള്ളിലായിരുന്നു. വലിയ മീൻ 3 ദിവസം കൊണ്ടു നടന്നു. 3-ാം ദിവസം നിനവയുടെ തീരത്ത് ശ്രദ്ധിച്ചിട്ടു. നമ്മൾ വായിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യാശയുടെ ഒരു രാവ് ആയിട്ടാണ് 3-ാം ദിവസം ക്രിസ്തു മതപണ്ഡിതന്മാരെല്ലാം പറയുന്നത്. അപ്പം 3-ാം ദിവസം ആണ് ഈ സംഭവം നടക്കുന്നത്. ഒരു പ്രത്യാശയുടെ ദിവസം, സന്തോഷത്തിൻ്റെ ദിവസം ആരംഭിക്കുകയാണ്. പക്ഷേ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പ്രശ്നങ്ങളാണ്. അവിടെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ അവിടെയുണ്ട്. ക്രിസ്തുവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഒക്കെ ഉണ്ടെങ്കിലും, ക്രിസ്തുവും ശിഷ്യന്മാരും ഉണ്ടെങ്കിലും, പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടെങ്കിലും അവിടെ ഒരു കുറവ് അനുഭവപ്പെട്ടു. പലപ്പോഴും നമ്മളൊക്കെ പറയുന്നത് ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുറവ് സംഭവിക്കില്ലെന്നാ, ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഒരു തിന്മയും സംഭവിക്കില്ല. എന്നാൽ ഈശോ ഉണ്ടായിട്ടും പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിട്ടും ആ വീട്ടിൽ ഒരു കുറവുണ്ടായി. സ്നേഹമുള്ളവരെ, അപ്പോൾ കുറവ് ഈശോ ഉണ്ടെങ്കിലും അവിടെ ഉണ്ടാകും. ആ പോരായ്മ ഇതാണ് ഉണ്ടായത്. നമുക്കറിയാമല്ലോ, പരിശുദ്ധ അമ്മ മകൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. അതാണ് കുറവ്. അവിടെ ആഘോഷം തിമിർക്കുകയാണ്. ഒത്തിരി വിരുന്നാളുകളൊക്കെ വന്നിട്ടുണ്ട്. ആളുകളൊക്കെ സംബന്ധിക്കുകയാണ്, വിരുന്ന് പൊടി പൊടിക്കുകയാണ്. എന്നാൽ അതിന് പ്രധാനമായിട്ടും വിളമ്പേണ്ട
വീഞ്ഞ്, പ്രധാന വിഭവമായ വീഞ്ഞ് തീർന്നു പോവുകയാണ്. ഇതാദ്യം തിരിച്ചറിയുന്ന പരിശുദ്ധ അമ്മ മകനോട് പറയുകയാണ്, തനിക്ക് തൻ്റെ മകനെക്കുറിച്ച് നന്നായിട്ടറിയാം, തൻ്റെ മകൻ ആരാണെന്ന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ എവിടെയാണ് പറയേണ്ടതെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് അവിടെയാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. പരിശുദ്ധ അമ്മ അവിടെയും ഇവിടെയും ചെന്ന് ഒന്നും പറയുന്നില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുമ്പോഴാണെങ്കിൽ തന്നെയും അത് മറ്റു പലരോടും പറയാനായിട്ട് വലിയ താല്പര്യമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണെങ്കിലും അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളുടെ അടുത്തൊക്കെ പോയി പറയും. ചില ആത്മീയരായിട്ടുള്ള ചില ആളുകളും ഉണ്ട്. അവർ അത് പ്രാർത്ഥനയുടെ രൂപത്തിൽ അവതരിപ്പിക്കുക. ആ വീട്ടിൽ ആ പ്രശ്നമുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, ആ വീട്ടിൽ ആ പ്രശ്നമുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അങ്ങനെ ആ നാട് എല്ലായിടത്തും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പരസ്യമാക്കി ഒരു രീതിയിൽ പറഞ്ഞാൽ അവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മ ഇവിടെ ഒരു മാതൃക കാണിച്ചു തരിക. പരിശുദ്ധ അമ്മ എവിടെയാണ് പറയേണ്ടതെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ മകനാണ് ദൈവമെന്നറിയാം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ അടുത്ത് നിന്നാണ്. പരിശുദ്ധ അമ്മയ്ക്കറിയാം തൻ്റെ മകനാണ് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയുന്നത്, മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് എവിടെയാണോ പ്രശ്നപരിഹാരമുള്ളത് അവിടേക്കാണ് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ മകനോട് ചെന്ന് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. പലപ്പോഴും പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ തന്നെ പല കൂട്ടലുകളും തെറ്റിപ്പോകുന്ന സമയങ്ങളുണ്ട്. കാനായിലെ ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയത് ആ വീഞ്ഞൊരു പ്രതീകം മാത്രമാണെന്ന് നമ്മൾ കരുതുക. നമ്മുടെ വീട്ടിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോകും. നമ്മൾ കരുതി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഉപജീവനത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് പെട്ടെന്ന് തകർന്നെന്ന് വരാം. അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമ്മൾ പിരിച്ചുവിട്ടെന്ന് വരാം. അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടം സംഭവിച്ചെന്ന് വരാം. നമ്മുടെ ജീവിതത്തിലൊരു ആരുടെയെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഒരു മരണം സംഭവിച്ചെന്ന് വരാം. പെട്ടെന്ന് ഒരു വലിയ രോഗം കടന്നു വന്നെന്ന് വരാം. കടബാധയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് കടന്നു വരാം. ഇങ്ങനെ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മ ആ വിഷയം തിരിച്ചറിഞ്ഞ് ആ വിഷയം മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോട് എല്ലാം പരിഹരിച്ചു തരാൻ കെൽപ്പുള്ള കഴിവുള്ള തൻ്റെ ഏകമകൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ ഇത് അവതരിപ്പിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തീർച്ചയായിട്ടും അത് വളരെ ശക്തമാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞാൽ മകൻ കേൾക്കുക തന്നെ ചെയ്യും. അത് അമ്മയ്ക്കും ഉറപ്പുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മകനോട് പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് പറഞ്ഞത്. പക്ഷേ കേൾക്കുന്നത് ഒരു തടസ്സവാദങ്ങളാണ്. മകൻ പറഞ്ഞു, അത് എനിക്കും നിനക്കും എന്ത്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ഉത്തരം കൊടുക്കുന്നത്. നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. സ്ത്രീയെ എന്നുള്ള വിഷയം പലരും എടുത്ത് ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് മാതാവിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് സ്ത്രീയെ എന്ന് പറഞ്ഞത് എന്നൊക്കെ ചില മതവിഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മാതാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈശോ അങ്ങനെ വിളിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. അത് പലർക്കും അറിയാവുന്നതാണ്, അറിയില്ലെന്ന് അവർ നടിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ
3-ാം അധ്യായത്തിൽ നോക്കിയാൽ മതി, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ദൈവം പറയുന്നുണ്ട്, പിശാചിനോട് പറയുന്നുണ്ട്, സർപ്പമായി വന്ന പിശാചിനോട് പറയുന്നു, ഇപ്രകാരമാണ് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കും. അവൻ പിശാച് നിൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. സ്നേഹമുള്ളവരെ, നാം ഇത് കാണുന്നുണ്ട്. പൗലോസ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ യേശു പിശാചിന് തല തകർക്കുന്നത് നാം വായിക്കുന്നുണ്ട്. കുരിശിലാണ്. അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് ദോഷകരമായി നിന്ന വിശുദ്ധ ലിഖിത നിയമങ്ങളെയൊക്കെ അവൻ കുരിശിൽ ഇല്ലാതാക്കി, മാച്ചു കളഞ്ഞു. കുരിശിൽ അവയെ തറച്ച് കൊന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, അതിനകത്ത് പറയുകയാണ്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവസാനിപ്പിച്ചു. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. ഒരു രക്ഷ നമുക്കായിട്ട് തുറന്നു തന്നു. രക്ഷയുടെ പാത നമുക്കായിട്ട് തുറന്നു വന്നു. അതാണല്ലോ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10:45 പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകം പേർക്ക് മോചനദ്രവ്യമായി എന്നെ തന്നെ നൽകാനുമാണ്. ഈശോ കുരിശിൽ മരിക്കുമ്പോൾ നമുക്കൊക്കെ ജീവൻ നൽകുകയാണ് ചെയ്തത്. ജീവൻ നൽകി, നിത്യജീവൻ നൽകി. അതുകൊണ്ടാണ് അതെ തല തകർക്കപ്പെടുന്നത്. പിശാചിന് തല തകരുകയാണ്. പിശാചിൻ്റെ ആധിപത്യം അവസാനിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതിനാൽ നമുക്ക് പിന്നീടും കാണാൻ സാധിക്കും ഈ സ്ത്രീയുടെ വിഷയം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 1 ഇപ്രകാരം പറയുന്നുണ്ട്, അതെ സ്ത്രീയെപ്പറ്റി, അവൾ സൂര്യനെ ഉടയാടയാക്കിയിരിക്കുന്നു, ചന്ദ്രൻ അവളുടെ പാദങ്ങളുടെ കീഴിലാണ്, 12 നക്ഷത്രങ്ങൾ അവളുടെ ശിരസിലാണ്. ഇതൊക്കെ പറയുന്നുണ്ട്. ആ സ്ത്രീയെയാണ് യേശു ഇവിടെ പ്രതിപാദിക്കുന്നത് തന്നെ. കുരിശിൻ്റെ താഴെ വെച്ചിട്ടും, ഈശോ മരിക്കുമ്പോൾ കുരിശിൻ്റെ താഴെ വെച്ചിട്ടും ഈശോ പറയുന്നത് ഇപ്രകാരം തന്നെയാണ്, ആ സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ്. സ്നേഹമുള്ളവരെ, സ്ത്രീയെ എന്ന് വിളിച്ചതുകൊണ്ട് അത് ബഹുമാനക്കുറവല്ല, എല്ലാ ബഹുമാനത്തോടു കൂടെയുമാണ് ഈശോ മറിയത്തെ അപ്രകാരം വിളിച്ചത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, എൻ്റെ സമയം സമാഗതം ആയിട്ടില്ല എന്നാണ്. ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ സമയം ആയിട്ടില്ല. ഈ ഈശോ രക്ഷാകര ചരിത്രത്തിൻ്റെ സമയം ആരംഭിക്കാനായിട്ട് ഇനിയും എടുക്കും. അത് ഇപ്പോൾ ആയിട്ടില്ല എന്നാണ് ഈശോ പറയുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മ അത് രക്ഷാകര സംഭവത്തിന്, അത് മഹത്വീകരണത്തിൻ്റെ സമയം പരിശുദ്ധ അമ്മ ആരംഭം കുറിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതേ സമയമായി. ഇനി മുന്നോട്ട് പോകാനുള്ളതാണ്. പരസ്യ ജീവിതത്തിനുള്ള സമയമാണ്. നിൻ്റെ രക്ഷാകര ചരിത്രം ആരംഭിക്കുവാൻ പോവുകയാണ്. നമുക്കറിയാമല്ലോ, യേശു അവസാന സമയത്ത് യേശു സമയമായെന്ന് കൂടി യേശു പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം, പിതാവേ സമയമായിരിക്കുന്നു, പിതാവിനെ മഹത്വപ്പെടുത്താനായിട്ട് പുത്രനെ സമയമായിരിക്കുന്നു, അവിടുന്ന് പുത്രനെ മഹത്വപ്പെടുത്തണമേ, ഇത് ചെയ്യാനായിട്ട് പുത്രനെ മഹത്വപ്പെടുത്തണമേ. പിന്നെ 12-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ഗ്രീക്കുകാരൊക്കെ അന്വേഷിച്ചു വരുന്നുണ്ട് യേശുവിനെ തേടി. അപ്പോൾ സ്ത്രീഹന്മാരോട്, അന്ത്രോസിനോടും ഫിലിപ്പോസിനോടും യേശു പറയുന്നുണ്ട്, അതെ എൻ്റെ സമയം ആയി, മൗക്തീകരണത്തിൻ്റെ സമയമായി. അതെ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാനുള്ള, ജീവൻ നൽകുവാനുള്ള സമയമായി എന്ന് യേശു പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നതെല്ലാം വളരെയധികം അർത്ഥത്തോടു കൂടെ തന്നെയാണ് യേശു പറയുന്നത്. എന്നിട്ട് പിന്നെ നാം കാണുന്ന ഇപ്രകാരമാണ്, മറിയം അവിടെ നിൽക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ അതിശയകരമായ, നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം. ഒരു
പോസിറ്റീവായിട്ടുള്ള ആൻസർ അല്ല മകൻ നൽകിയത്. എന്നാൽ പരിശുദ്ധ അമ്മ അവിടെ നിൽക്കാതെ പരിശുദ്ധ അമ്മ പുറത്തേക്ക് പോവുകയാണ്, പരിചാരകരുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുകയാണ്, അതെ, ഭരണികളിൽ അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ. അതാ പറയുന്നത്. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ, അതാ പറയുന്നത്. എനിക്കറിയില്ല അവൻ എന്താ പറയാൻ പോകുന്നതെന്ന്, പക്ഷെ അവൻ പറയുമെന്നുള്ളത് ഉറപ്പാണ്. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പുണ്ട്, ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ നിരസിക്കുകയില്ല. വളരെ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുന്നത്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ. സുവിശേഷത്തിൽ പറയുന്ന മറിയത്തിൻ്റെ 1-2 വാക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണിത്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ. കാരണം അവൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും. അവൻ പറയുന്നതാണ് നാം ചെയ്യേണ്ടത്. സ്നേഹമുള്ളവരെ, അവൻ നമ്മോട് എന്താ പറയുന്നത്? അവൻ നമ്മോട് പറയുന്നത്, അതെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ വചനമാണ് അവൻ പറയുന്നത്. നമ്മൾ അപ്രകാരം അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മക്കൾ പഠിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സമാധാന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഈശോയുടെ വചനം നമ്മൾ ധ്യാനിച്ച് അനുസ്മരിച്ച് അത് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തണം. ഈശോ പറഞ്ഞത് എന്താണ്? ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, രൂപാന്തരം ഉണ്ടാകുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ഒരു കഴിവുമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ചെയ്യാവുന്ന കാര്യം അത് മകൻ്റെ അടുത്ത് ആ വിഷയം എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ അത് തന്നെയാണ് ചെയ്തത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ശക്തമാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞാൽ മകൻ നിരാകരിക്കില്ല. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ, ജപമാല പ്രാർത്ഥനകളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ നിയോഗാർത്ഥം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും. തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. അവിടെയൊക്കെ സാത്താന് ഓരോ ജപമാല നമ്മളുടെ ഓരോ മണികളും നമ്മൾ ചെല്ലുമ്പോൾ സാത്താൻ്റെ തലയിലേൽക്കുന്ന വെടിയുണ്ടകൾ, അതൊക്കെ തിന്മയുടെ ശക്തികളൊക്കെ നീങ്ങിപ്പോകും. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അതുകൊണ്ട് യേശു പറയുന്ന കാര്യം, എല്ലാവരെയും സ്നേഹിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഇതാണ് നാം പ്രവർത്തിക്കേണ്ടത്. യേശു എന്താണ് ചെയ്തത്? യേശു പുറത്തേക്ക് വന്നു. അവിടെ കാണുന്നുണ്ട് 6 കൽഭരണികളെ കാണുന്നുണ്ട്. ആ 6 കൽഭരണികൾ കാലിയായിരുന്നു. ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കാനുള്ള കൽഭരണികളാണ് പുറത്താണ് ഇരുന്നത്. സ്നേഹമുള്ളവർ, യേശു എപ്പോഴും ഇതെല്ലാം ശ്രദ്ധിക്കും. അവഗണിക്കപ്പെട്ടതും ഒതുക്കപ്പെട്ടതും പാർശ്വവൽക്കരിക്കപ്പെട്ടതും തള്ളപ്പെട്ടതും ആയുള്ള കാര്യങ്ങളെയൊക്കെ യേശു പ്രത്യേകമായിട്ട് ഗവനിക്കുന്ന ആളാണ്. ഇതും യേശു കണ്ടു. ഇത് പുറത്തായിരുന്നേ, അതിനകത്ത് വെള്ളവുമില്ല. ശുദ്ധീകരണത്തിന് കർമ്മത്തിനുള്ള വെള്ളം നിറച്ചു വയ്ക്കണം, അതുമില്ല. അങ്ങനെ കിടന്നെടുത്ത് യേശു ചെയ്യുന്നത് പറഞ്ഞത് ഇപ്രകാരമാണ്, അതിൽ വെള്ളം നിറയ്ക്കുക, നിങ്ങൾ വെള്ളം നിറയ്ക്കുക. അപ്പോൾ ഈ പരിചാരകന്മാർ വെള്ളം എന്തിനാണ് വെള്ളം നിറയ്ക്കുന്നത് എന്ന് പോലും ചോദിക്കാതെ അവർ വെള്ളം നിറയ്ക്കുക. ഇതാണ് നമ്മുടെയും ജോലി. ഈശോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക, പരിപൂർണമായിട്ട് ചെയ്യുക. നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ യുക്തിയൊക്കെ വിട്ടിട്ട് യേശുവിൻ്റെ വാക്ക് എന്താണ് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. കണ്ണുമടച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുക. അവിടെയാണ് അത്ഭുതം സംഭവിക്കുക. ആ പരിചാരകന്മാർ എന്താ ചെയ്തത്? പരിചാരകന്മാർ വക്കോളം നിറച്ചു. സ്നേഹമുള്ളവരെ, വക്കോളം നിറച്ചു. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് പൂർണ്ണതയോടെ ചെയ്യണമെന്നാണ് ഈശോ നമ്മെ ഇതിലൂടെ മനസ്സിലാക്കി തരുന്നത്. ആ പരിചാരകന്മാർ ചെയ്തത് വക്കോളം നിറയ്ക്കുക, പൂർണ്ണതയോടെ ചെയ്യുക, പരിപൂർണതയോടെ. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കാരുണ്യ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഒക്കെ ദൈവത്തെ സ്നേഹിക്കുമ്പോഴും മനുഷ്യരെ സ്നേഹിക്കുമ്പോഴും ഒക്കെ
പൂർണ്ണതയോടെ നമ്മൾ ചെയ്യണം എന്ന് യേശു ആഗ്രഹിക്കുകയാണ്. വക്കോളം അവർ നിറച്ചു. അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്, യേശു എളിയവരെ, അവഗണിക്കപ്പെട്ടവരെ, തള്ളപ്പെട്ടവരെ ഒക്കെ യേശു മാറ്റി നിർത്തുന്ന വ്യക്തിയല്ല. അവരിലാണ് യേശു, അതിലാണ് വീഞ്ഞു പകരുന്നത്. പരിശുദ്ധാത്മാവിനെ നിറച്ച് അവരെ യോഗ്യരാക്കി മാറ്റുന്നതാണ്. നമ്മയൊക്കെ പരിശുദ്ധാത്മാവിനെ നിറച്ച് യോഗ്യരായ പാത്രങ്ങളാക്കി യേശു നമ്മെ മാറ്റുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, എന്നിട്ട് നാം വായിക്കുന്നുണ്ടല്ലോ, ഇത് കൊണ്ടുപോയി കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കലവറക്കാരൻ രുചിച്ച് നോക്കിയിട്ട് മണവാളനെയാണ് പ്രശംസിക്കുന്നത്. മണവാളിനോട് പറയുന്നു, ഈ മേൽത്തരം വീഞ്ഞ് നീ ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞ് മണവാളിനെ പ്രശംസിക്കുക. സ്നേഹമുള്ളവരെ, ജോലി ചെയ്യുന്നത് ഒരു വിഭാഗം, പരിചാരകനാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ മേന്മ കിട്ടുന്നത് കിട്ടുന്നത് മണവാളനാണ്. ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ജോലി ചെയ്യാനായിട്ട് ഒരു വിഭാഗങ്ങൾ, എന്നാൽ മേന്മ കിട്ടുന്നത് മറ്റുള്ളവർക്കാണ്. പക്ഷെ ഇവിടെയും നിരാശപ്പെടേണ്ടതില്ല. വചനം നമ്മോട് പറയുന്നുണ്ട്, ഇപ്രകാരം പറയുന്നു, അതെ, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന വചനത്തിൽ ആശ്രയിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ 1 പത്രോസ് 5-ാം അധ്യായത്തിൽ 6-ാം വാക്യം അവിടെ പ്രയോഗത്തിൽ വരികയാണ്. അതിപ്രകാരമാണ്, അതെ, ദൈവത്തിൻ്റെ തക്ക സമയത്തിനായിട്ട് കാത്തിരിക്കുക. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ എളിമയോടെ കാത്തിരിക്കുക. തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതിനാൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഉള്ള നമ്മുടെ പ്രാർത്ഥന, മാധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉരുവിടാം. പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും നമ്മുടെ ഏത് പ്രാർത്ഥനകളായാലും തൻ്റെ മകനോട് പറഞ്ഞ് അത് നമുക്ക് സാധിപ്പിച്ച് തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും ഇതാ ഞാനെന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുള്ള ജപമാല ഭക്തി കൂടുതൽ വളരട്ടെ. കുടുംബങ്ങളിൽ ആ ജപമാല പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ആ കുടുംബത്ത് ഐക്യമുണ്ടാകും, ആ കുടുംബത്ത് സ്നേഹമുണ്ടാകും. മദർ തെരേസ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്ന കുടുംബം എന്നെന്നും ഒന്നിച്ചിരിക്കും. സ്നേഹമുള്ളവരെ, അതിനാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ശക്തമായ മാധ്യസ്ഥം ആണത്. തീർച്ചയായിട്ടും ഈശോ നമുക്ക് അനുഗ്രഹങ്ങൾ തരുവാനായിട്ട് പരിശുദ്ധം കാരണമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.